LDC പരീക്ഷയിൽ ഓരോ മാർക്കും വിലപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. ചിലപ്പം പോയിൻ്റ് മാർക്കിൻ്റെയൊക്കെ വ്യത്യാസത്തിലായിരിക്കും നിരവധി റാങ്കുകൾ മുന്നോട്ടും പുറകോട്ടും ഒക്കെ പോകുന്നത്. 5 മാർക്കിൻ്റെ ഒരു ടോപ്പിക്കാണ് ജോഗ്രഫി എന്ന് പറയുന്നത്. ഒരുപാട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. കാട് പോലെയുണ്ട് പഠിക്കാൻ. പക്ഷേ അങ്ങനെ പഠിച്ചാൽ സത്യം പറഞ്ഞാൽ ഇനി അങ്ങനെ പഠിക്കാനുള്ള സമയമില്ല. ഈ ജോഗ്രഫിയിൽ തന്നെ ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, അതുപോലെ വേൾഡ് ജോഗ്രഫി, അങ്ങനെ 3 സെക്ഷനുകളായിട്ട് ഇവരെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ചില ഭാഗങ്ങളിൽ നിന്ന് 100% ചോദ്യം വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് സെക്ഷനുകളുണ്ട് ഈ ഓരോ ഭാഗത്തും. അതിലെ ഒരു സെക്ഷനാണ് കേരള ജോഗ്രഫിയിലെ നദികൾ എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ അത് എന്തായാലും നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഒരു 90% ഈ ഒരു പോർഷനിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 5 ചോദ്യങ്ങളാണ്. അതിലൊരു 2 ചോദ്യങ്ങളിൽ നദികളിൽ നിന്നും വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെ വന്നാൽ ആ ഒരു സംഭവം നമുക്ക് സെറ്റായല്ലോ. അപ്പോൾ ഈ നദികളും അതുപോലെ ജലവൈദ്യുത പദ്ധതികളും പിന്നെ വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പം ഭൂരിഭാഗം ചോദ്യങ്ങളും ഈ ഒരു ടോപ്പിക്കിൽ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള സെക്ഷനുകളാണ് ബുള്ളറ്റ് പോയിന്റുകൾ പോലെ ഒരു കേട്ട് പഠിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഈ ടോപ്പിക്കുകൾ. ആവശ്യമുള്ള ബുള്ളറ്റ് പോയിന്റുകൾ മാത്രം. ഈ പോയിന്റുകളിൽ നിന്ന് തന്നെ ആയിരിക്കും ഒരുപക്ഷേ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും അതുപോലെ വൺ വേർഡ് ആയിട്ടും ഒക്കെ ചോദ്യങ്ങൾ വരുന്നത്. ചിലപ്പോൾ 2-3 ചോദ്യമൊക്കെ വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ആ ഒരു ഭാഗം തന്നെ നിങ്ങൾക്ക് ചെറിയ ഇപ്പോൾ എന്താ പറയുക ഇത്ര മണിക്കൂറുള്ള ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് സെറ്റായി. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുവാണ്. നിങ്ങൾ ചെയ്യേണ്ടത് മുഴുവൻ ക്ലാസ്സും കേട്ടങ്ങ് പഠിക്കുക. മുഴുവൻ നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ അതങ്ങ് കേട്ട് ചുമ്മാ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ കേട്ടങ്ങ് ഈ ടോപ്പിക്ക് അങ്ങ് ഇന്ന് തന്നെ പഠിച്ചു തീർക്കുക. ഓക്കെ. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ ഈ കേരള ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളും നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് റിപ്പീറ്റഡായിട്ട് വായിച്ച് അതൊന്ന് കുറേ കാര്യങ്ങളൊന്ന് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കോഴ്സ് വാങ്ങിച്ചവർക്ക് മുഴുവൻ കേരള ജിയോഗ്രഫി ആയിട്ടും ഇന്ത്യൻ ജിയോഗ്രഫി ആയിട്ടും വേൾഡ് ജിയോഗ്രഫിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻറ്റ്സും ക്യാപ്സ്യൂൾ പോലെ 3 PDF-കളായിട്ട് നമ്മൾ ആ ജിയോഗ്രഫിയുടെ ഫോൾഡറിൽ ഇട്ടിട്ടുണ്ട്. അത് വാങ്ങിച്ചവർ അതെടുത്ത് മാത്രം അങ്ങ് വായിച്ചാൽ മതി. പക്കായിട്ട് 3-4 പ്രാവശ്യം വായിച്ച സംഭവം സെറ്റാണ്. അല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ച് അത് പഠിച്ചു പോകും. ഓക്കെ. ജിയോഗ്രഫി പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഓരോ മാർക്കും വിലപ്പെട്ടതാണ് എന്ന് ഓർക്കുക. സോ നമുക്ക് പോയിന്റ്സിലേക്ക് കടക്കാം. കേട്ട് പഠിച്ചാൽ മതി. ആ രീതിയിലാണ് ക്ലാസ് സെറ്റ് ചെയ്തേക്കുന്നത്. നദികൾ. കേരളത്തിൽ നദികൾ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നാണ് കേരളത്തിൽ നദികൾ ഉണ്ടാകുന്നത്. 1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ജലപ്രവാഹത്തിനെ നദിയായി പരിഗണിക്കത്തുള്ളൂ. 15 കിലോമീറ്ററോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നീളം വേണം ഒന്നിനെ നദിയായിട്ട് പരിഗണിക്കാൻ വേണ്ടി. കേരളത്തിൽ ടോട്ടൽ 44 നദികളുണ്ട്. നമ്പർ ഓർത്തിരുന്നോണം. 44 നദികളാണ് കേരളത്തിലുള്ളത്. അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3ആണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3ആണ്. ടോട്ടൽ 44 നദികളുണ്ട്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികളാണ് കേരളത്തിലുള്ളതെന്ന് ചോദിച്ചാൽ 11 നദികളാണ്. 100 കിലോമീറ്ററിൽ കൂടുതലുള്ള 11 നദികളുണ്ട് കേരളത്തിലെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളമെന്ന് പറയുന്നത്. 151 മൈൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി, അതുപോലെ കേരളത്തിൻ്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി, അതുപോലെ കേരളത്തിൻ്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാറാണെന്ന് അറിഞ്ഞിരിക്കുക. ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്നത് പെരിയാറിനെയാണ്. അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ 2 നദികളുണ്ട്. പ്രധാനപ്പെട്ടത് പെരിയാറും പമ്പയുമാണ്. അതുപോലെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പെരിയാറിനെ പരാമർശിക്കുന്നു. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി ഏതെന്ന് ചോദിച്ചാലും അത് പെരിയാർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി പെരിയാറാണ്. പെരിയാറിൻ്റെ ഉദ്ഭവ സ്ഥാനമെന്ന് പറയുന്നത് സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയാണ്. സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. പെരിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ഞാംകുട്ടിപ്പുഴ, അതുപോലെ പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ. ഇതൊക്കെ പെരിയാറിൻ്റെ പോഷക നദികളാണ്. മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ഞാംകുട്ടിപ്പുഴ, പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ്. ഒറ്റവട്ടോടെ പറയാം. മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ഞാംകുട്ടിപ്പുഴ, പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ്. ഇതൊക്കെ പെരിയാറിൻ്റെ പോഷക നദികളാണ്. പെരിയാർ ആലുവയിൽ വെച്ച് മംഗലപ്പുഴ, മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ 2ആയിട്ട് പിരിയുന്നു. എവിടെ വെച്ചാണ് പെരിയാർ മംഗലപ്പുഴ, മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ 2ആയിട്ട് പിരിയുന്നതെന്ന് ചോദിച്ചാൽ ആലുവയിൽ വെച്ചാണ്. പെരിയാറിൽ ചേരുന്ന ആദ്യ പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ അത് മുല്ലയാറാണ്. പെരിയാറിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദി അത് മുല്ലയാറാണ്. പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. വാക്കുകൾ വെച്ച് തന്നെ കണക്ട് ചെയ്യാമല്ലോ. മുല്ലയാറും മുല്ലപ്പെരിയാർ ഡാം. പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമ ഭാഗത്ത് ഉള്ള ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം.
ആലുവ പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് പെരിയാറാണെന്ന് മനസ്സിലാക്കുക. പെരിയാറിൻ്റെ പേരുകളാണ് ആലുവ പുഴ, കാലടിപ്പുഴ എന്നൊക്കെ. ഈ പേരുകളിൽ അറിയപ്പെടുന്നതും പെരിയാർ തന്നെയാണ്. പെരിയാർ നദി ഒഴുകുന്നത് ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയിലുമാണ്. പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കണം. ഇടുക്കിയും എറണാകുളവും. പെരിയാറിൻ്റെ പതന സ്ഥാനം എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലാണ്. അപ്പം വേമ്പനാട്ട് കായലിലാണ് പെരിയാർ പതിക്കുന്നത്. അതുപോലെ സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉദ്ഭവിക്കുന്നത്. സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്ന് ഉദ്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പെരിയാർ പതിക്കുന്നു. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയും ഈ പെരിയാറാണെന്ന് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളത് പെരിയാറിലാണ്. പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികളാണ് ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ എന്നിവയൊക്കെ. പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികളാണ് ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. ഒന്നുകൂടെ പറയാം. പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികളാണ് ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. പെരിയാറിൻ്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങളാണ് തേക്കടി വന്യജീവി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതവും. തേക്കടി വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഓർത്തോണം, പരീക്ഷ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തേക്കടി വന്യജീവി സങ്കേതം ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ പെരിയാറിൻ്റെ തീരത്ത്. അതുപോലെ തട്ടേക്കാട് പക്ഷി സങ്കേതവും പെരിയാറിൻ്റെ തീരത്താണെന്ന് മനസ്സിലാക്കുക. പെരിയാറിൻ്റെ തീരത്താണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേ കയറി പ്രസംഗിക്കാനൊക്കെ പെരിയ ആൾക്കാർക്കൊക്കെ അവസരം പണ്ടൊക്കെ ലഭിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തട്ട്, പെരിയ ആൾക്കാർ, പെരിയാർ, തട്ടേക്കാട് പെരിയാറിൻ്റെ തീരത്ത് കണക്ട് ചെയ്യാമല്ലോ. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. PS ചോദിക്കുന്ന ഒരു പോയിന്റാണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് എവിടെ? അത് പെരിയാറിൻ്റെ തീരത്താണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയാണ് പെരിയാർ. നമ്മൾ നേരത്തെ ചൂർണി എന്ന് പറഞ്ഞു, അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിനെ ചൂർണി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിളിച്ചത് പെരിയാറിനെയാണ്. പെരിയാറിൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേരാണ് 99 വെള്ളപ്പൊക്കം. 99 വെള്ളപ്പൊക്കം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കും 1999 വന്ന വെള്ളപ്പൊക്കം എന്നല്ല. കൊല്ലവർഷം 1999, അല്ലാത്ത വർഷം 1924. 1924 കൊല്ലവർഷം 1999 വെള്ളപ്പൊക്കമാണ് 99 വെള്ളപ്പൊക്കം എന്ന് അറിയപ്പെടുന്നത്. ഇത് പെരിയാറിലെ വെള്ളപ്പൊക്കമാണ്. പെരിയാറിൽ 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ മുസീരീസ് തുറമുഖം. 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം മൂലമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം നശിച്ചു പോയത് എന്ന് മനസ്സിലാക്കുക. 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം രൂപം കൊണ്ട തുറമുഖം ഏതെന്ന് ചോദിക്കാം. അത് കൊച്ചി തുറമുഖമാണ്. 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം രൂപം കൊണ്ടത് കൊച്ചി തുറമുഖമാണ്. നശിച്ചുപോയത് കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. കേരളത്തിലെ ആദ്യത്തെ ഡാമാണ് പെരിയാറിലെ മുല്ലപ്പെരിയാർ ഡാം. അതൊന്ന് ഓർത്തിരുന്നോണം. കേരളത്തിലെ ആദ്യത്തെ ഡാമാണ് പെരിയാർ നദിയിലുള്ള മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. മുല്ലപ്പെരിയാർ നിർമ്മാണം ആരംഭിച്ച വർഷം 1887, പണി പൂർത്തിയായ വർഷം 1895. ഓർക്കുക, മുല്ലപ്പെരിയാറിൻ്റെ നിർമ്മാണം ആരംഭിച്ച വർഷം 1887, പണി പൂർത്തിയായത് 1895. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പിയുടെ പേര് അറിഞ്ഞിരിക്കണം. ജോൺ പെന്നിക്യൂക്കാണ്. ജോൺ പെന്നിക്യൂക്കാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി ജോൺ പെന്നിക്യൂക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെൻലോക്ക് പ്രഭുവാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെൻലോക്ക് പ്രഭുവാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതം സുർക്കി മിശ്രിതമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതത്തിൻ്റെ പേര് സുർക്കി മിശ്രിതം. ഉദ്ഘാടനം ചെയ്തത് വെൻലോക്ക് പ്രഭു. മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കരാറുണ്ട്. അതിൻ്റെ പേരെന്ന് അറിഞ്ഞിരിക്കണം. പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. 1886 ഒക്ടോബർ 29 ഈ കരാറ് ഒപ്പുവെച്ചത്. മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ കരാറാണ് പെരിയാർ ലീസ് എഗ്രിമെൻറ്റ്. പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചത് തിരുവിതാംകൂർ ദിവാനായ വി രാമയ്യങ്കാരും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ JC ഹാനിങ്ടണും തമ്മിലാണ്. തിരുവിതാംകൂർ ദിവാനായ വി രാമയ്യങ്കാരും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ JC ഹാനിങ്ടണും തമ്മിലാണ് പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചത് എന്ന് മനസ്സിലാക്കുക. പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. അപ്പം രാമയ്യങ്കാർ, തിരുവിതാംകൂർ ദിവാനായിരുന്ന വി രാമയ്യങ്കാരും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ JC ഹാനിങ്ടണുമാണ് പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചത്. പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് പുതുക്കിയ വർഷമാണ് 1970. 1970 പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് പുതുക്കിയത്. പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് 1970 പുതുക്കി നൽകിയ കേരള മുഖ്യമന്ത്രി C. അച്യുതമേനോനാണ് ഇത് പുതുക്കി നൽകിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാനായി സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് A.S. ആനന്ദ്. ഓർക്കുക, മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാനായി സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് A.S. ആനന്ദ്.
കേരളത്തിലെ വലുതും ചെറുതുമായ നദികളെപ്പറ്റി കുറച്ച് പോയിന്റുകളിലൂടെ അറിഞ്ഞിരിക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണെന്ന് ഞാൻ പറഞ്ഞു, 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതെന്ന് ചോദിച്ചാൽ ഇത് മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്ററാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ കബനിയാണ്. അതുപോലെ കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാറാണ്. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലുത് കബനി, ഏറ്റവും ചെറുത് പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാർ, കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനിയാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാറാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരമാണ്, മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാറാണെന്നും ഓർത്തിരിക്കുക. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതെന്ന് ചോദിച്ചാൽ രാമപുരം നദിയാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതെന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയാണ്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി. 19 കിലോമീറ്ററാണ് അതിൻ്റെ ദൂരമെന്ന് പറയുന്നത്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അയിരൂർ പുഴ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴയാണ്, 17 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയും അയിരൂർ പുഴയാണെന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി അയിരൂർ പുഴയാണ്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് അത് തന്നെ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. 209 കിലോമീറ്റർ അല്ലെങ്കിൽ 129 മൈലാണ് അതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴയാണ്, 209 കിലോമീറ്റർ. കേരളത്തിൻ്റെ നൈൽ പൊന്നാനിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിൻ്റെ നൈൽ പൊന്നാനിപ്പുഴ എന്നൊക്കെ ഭാരതപ്പുഴ അറിയപ്പെടുന്നു. ആനമലയിലാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയിലാണ്. ഓർക്കുക, ആനമലയിലാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ചിറ്റൂരിൽ ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അപ്പോൾ ചിറ്റൂരിൽ ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത്, ശോകനാശിനി പുഴ എന്ന് ഭാരതപ്പുഴയെ വിശേഷിപ്പിച്ചത് എഴുത്തച്ഛനാണ് എന്ന് ഓർത്തിരിക്കുക. നിള എന്നും ഭാരതപ്പുഴ അറിയപ്പെടുന്നു. നിള എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ മറന്നു പോകരുത്, ഭാരതപ്പുഴയാണ്. അതുപോലെ പ്രാചീന കാലത്ത് പണ്ട് പേരാർ എന്ന് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്നു. ഭാരതപ്പുഴയ്ക്ക് പേരാർ എന്നൊരു പേരുണ്ട്. അതുപോലെ നിള എന്നറിയപ്പെടുന്നു, ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നു. ഇതെല്ലാം ഭാരതപ്പുഴയാണ്. പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. മാമാങ്കം നടത്തിയിരുന്ന നദീതീരമാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടത്തിയിരുന്നത്. കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണ് എന്ന് ചോദിച്ചാൽ തൂതപ്പുഴയാണ്. തൂതപ്പുഴയുടെ ഉപനദിയാണ് കുന്തിപ്പുഴ. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സൈലന്റ് വാലിയാണ്. കുന്തിപ്പുഴ തൂതപ്പുഴയുടെ സഹനദിയാണ്. സൈലന്റ് വാലിയാണ് തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമെന്നും മനസ്സിലാക്കുക. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശിമംഗലം ഭാരതപ്പുഴയുടെ തീരത്താണ്. ഓർക്കുക, കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശിമംഗലം ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണെന്നും ഓർക്കുക. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ്. ആനമലയിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഒരു നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴ അറബിക്കടലിലേക്ക് ചേരുന്ന സ്ഥലം പൊന്നാനിയാണ്. പൊന്നാനിയിൽ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിലേക്ക് ചേരുന്നത്. ഭാരതപ്പുഴ അറബിക്കടലിലേക്ക് ചേരുന്ന സ്ഥലം പൊന്നാനിയാണെന്ന് ഓർക്കുക. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. മിനി പമ്പ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിക്കുന്നതാണ് മിനി പമ്പ. അപ്പം മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപത്തുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിക്കുന്ന പദ്ധതിയാണ് മിനി പമ്പ. ഇത് ഭാരതപ്പുഴയിലാണെന്ന് മനസ്സിലാക്കുക. ഭാരതപ്പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് ചമ്രവട്ടം പദ്ധതി. ഭാരതപ്പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് ചമ്രവട്ടം പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് മലമ്പുഴ ഡാം. ഓർക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി മലമ്പുഴ ഡാമാണ്. കേരളത്തിലെ വൃന്ദാവനം എന്ന് മലമ്പുഴ ഡാം അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നതും മലമ്പുഴയിലാണ്. റോക്ക് ഗാർഡൻ്റെ ശില്പി
നേക്ച് എന്താണ്? അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് മലമ്പുഴ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് ഭാരതപ്പുഴയിലുള്ള മലമ്പുഴ ഡാം. കേരളത്തിലെ വൃന്ദാവനം എന്നും മലമ്പുഴ ഡാം അറിയപ്പെടുന്നു. കേരളത്തിലെ വൃന്ദാവനം മലമ്പുഴ ഡാം. ദക്ഷിണേന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നതും മലമ്പുഴ ഡാമിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നതും മലമ്പുഴയിലാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് പമ്പാ നദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടി നദിയാണ് പമ്പാ നദി. 176 കിലോമീറ്റർ അല്ലെങ്കിൽ 109 മൈലാണ് ദൂരമെന്ന് പറയുന്നത്. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടി നദിയാണ് പമ്പ. 176 കിലോമീറ്റർ, മൂന്നാമത്തെ നീളം കൂടിയ നദി. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. ഇടുക്കിയിലെ പുളിച്ചിമലയിൽ ഉത്ഭവിക്കുന്ന പമ്പാ നദിയാണ് തിരുവിതാംകൂറിലെ ജീവനാഡി എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിലെ ജീവനാഡി പമ്പാ നദി. ഇടുക്കിയിലെ പുളിച്ചിമലയിൽ പമ്പാ നദി ഉത്ഭവിക്കുന്നു. പമ്പാ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കിയിലെ പുളിച്ചിമലയിലാണ്. വേമ്പനാട്ട് കായലിലാണ് പമ്പാ നദി പതിക്കുന്നത്. ഇടുക്കിയിലെ പുളിച്ചിമലയിൽ ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിലാണ് പമ്പാ നദി പതിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പമ്പാ നദി വേമ്പനാട്ട് കായലിൽ ചേരുന്ന സ്ഥലം ആലപ്പുഴയിലെ കൈനകരിക്ക് സമീപത്ത് വെച്ചാണ്. പമ്പാ നദി വേമ്പനാട്ട് കായലിൽ ചേരുന്ന സ്ഥലം ആലപ്പുഴയിലെ കൈനകരിക്ക് സമീപത്ത് വെച്ച്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. പമ്പയുടെ ദാനം കുട്ടനാട്. ഓർക്കുക, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി പമ്പയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്ന് പറഞ്ഞാൽ ബാറിലാണ് മദ്യം കിട്ടുന്ന പാമ്പ്. മദ്യം കുടിച്ചാൽ പാമ്പാവുമല്ലോ. ബാറിസ്, പമ്പ കണക്റ്റ് ആവുമല്ലോ. ബാരിസ് എന്നറിയപ്പെടുന്നത് പമ്പയാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ്. ഓർക്കുക, ദക്ഷിണ ഭാഗീരഥി പമ്പ. പമ്പയുടെ പ്രധാന പോഷക നദികളാണ് അച്ചൻ കോവിലാർ, കക്കിയാർ, കല്ലാർ, അഴുതയാർ, മണിമലയാർ, വരട്ടാർ. ഓർക്കുക, പമ്പയുടെ പ്രധാന പോഷക നദികളാണ് അച്ചൻ കോവിലാർ, കക്കിയാർ, കല്ലാർ, അഴുതയാർ, മണിമലയാർ, അതുപോലെ വരട്ടാർ. പമ്പയുടെ പ്രധാന പോഷക നദികൾ അച്ചൻകോവിലാർ, കക്കിയാർ, കല്ലാർ, അഴുതയാർ, മണിമലയാർ, വരട്ടാർ എന്നിവയാണ്. പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. പത്തനംതിട്ട ജില്ലയിലെ പെരുന്തേനരുവി വെള്ളച്ചാട്ടം പമ്പാ നദിയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ പെരുന്തേനരുവി വെള്ളച്ചാട്ടം പമ്പാ നദിയിലാണ്. ശബരി ഡാം, കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നതും പമ്പാ നദിയിലാണ്. ശബരി ഡാം അതുപോലെ കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നതും പമ്പാ നദിയിലാണ്. ആറന്മുള, പരുമല, തകഴി, ചമ്പക്കുളം എന്നീ സ്ഥലങ്ങൾ പമ്പയുടെ തീരത്താണ്. ആറന്മുള, പരുമല, തകഴി, ചമ്പക്കുളം. ആറന്മുള, പരുമല, തകഴി, ചമ്പക്കുളം എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പമ്പയുടെ തീരത്താണ്. ശബരിഗിരി, മൂഴിയാർ, മണിയാർ ജലവൈദ്യുത പദ്ധതികൾ പമ്പാ നദിയിലാണ്. പത്തനംതിട്ട ജില്ലയിലാണ്. ശബരിഗിരി, മൂഴിയാർ, മണിയാർ ജലവൈദ്യുത പദ്ധതികൾ പമ്പാ നദിയിലാണ്. ശബരിഗിരി, മൂഴിയാർ, മണിയാർ ജലവൈദ്യുത പദ്ധതികൾ പമ്പാ നദിയിലാണ്. പ്രസിദ്ധമായ ചെങ്ങന്നൂർ തൃപ്പൂത്താറാട്ട് നടക്കുന്നത് പമ്പാ നദിയിലാണ്. ചെങ്ങന്നൂർ തൃപ്പൂത്താറാട്ട് നടക്കുന്നത് പമ്പാ നദിയിലാണ്. മാരമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് പമ്പാ നദീതീരത്താണ്. മാരമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് പമ്പാ നദീതീരത്താണെന്ന് ഓർക്കുക. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ശബരിമല, എടത്വാപ്പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളും പമ്പാ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ശബരിമല, എടത്വാപ്പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളും പമ്പാ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരം ഏതെന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയാണ്. ഓർക്കുക, വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശിലാപാത്രങ്ങൾ പമ്പയുടെ നദീതീരത്ത് നിന്ന് കണ്ടെത്തി. ഇനി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ ഞാൻ പറയാൻ പോവാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ്. ചമ്പക്കുളം മൂലം വള്ളംകളി പമ്പാ നദിയിലാണ്. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളിയും പമ്പാ നദിയിലാണ്. അതുപോലെ ഉത്രാടം തിരുനാൾ വള്ളംകളി, നീരേറ്റുപുറം വള്ളംകളി എന്നറിയപ്പെടുന്ന ഉത്രാടം തിരുനാൾ വള്ളംകളിയും പമ്പാ നദിയിലാണ്. പറഞ്ഞ പോയിന്റുകൾ: ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി അല്ലെങ്കിൽ നീരേറ്റുപുറം വള്ളംകളി, ഇതെല്ലാം പമ്പാ നദിയിലാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി അല്ലെങ്കിൽ നീരേറ്റുപുറം വള്ളംകളി, ഇതൊക്കെ പമ്പാ നദിയിലാണ്. മഹാത്മാ മാന്നാർ വള്ളംകളി പമ്പാ നദിയിലാണ്. മഹാത്മാ മാന്നാർ വള്ളംകളിയും പമ്പാ നദിയിലാണ്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ഓർക്കുക, കേരളത്തിലെ ഏറ്റവും വലുത്
നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. കേരളത്തിലെ ഏറ്റവും വലുത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. ആലപ്പുഴയിലെ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി നടക്കുന്നത്. ആലപ്പുഴയിലെ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി നടക്കുന്നത്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന് അറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഇനി ചാലിയാറിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ചാലിയാർ ചാർ എന്ന് വേണമെങ്കിൽ ഷോർട്ട് ഫോമിൽ ആദ്യത്തെ ചായയും ലാസ്റ്റത്തെ ആറോടെ ചേർത്ത് ചാർ എന്ന് പറയാം. ചാർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ. കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ. 169 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളമെന്ന് പറയുന്നത്. കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദി ചാലിയാറാണ്. ചാലിയാറിൻ്റെ ഉത്ഭവം വയനാട്ടിലെ ഇളമ്പലേരി കുന്നിലാണ്. ചാലിയാറിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് വയനാട്ടിലെ ഇളമ്പലേരി കുന്ന്. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നൊക്കെ ചാലിയാർ അറിയപ്പെടുന്നു. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നൊക്കെ അറിയപ്പെടുന്ന പുഴ ഏതെന്ന് ചോദിച്ചാൽ ചാലിയാറാണ്. ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് ബേപ്പൂരിൽ വെച്ചാണ്. ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ ബേപ്പൂരിൽ വെച്ചാണ്. ചാലിയാറിൻ്റെ പോഷക നദികളാണ് ഇരവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ. ഇരവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ ഇതൊക്കെ ചാലിയാറിൻ്റെ പോഷക നദികളാണ്. ചാലിയാറിലെ മലിനീകരണം മൂലം അടച്ചുപൂട്ടിയ ഫാക്ടറിയാണ് ഗോളിയാർ റയോൺസ് ഫാക്ടറി. ചാലിയാറിലെ മലിനീകരണം മൂലം ഏത് ഫാക്ടറിയാണ് അടച്ചുപൂട്ടിയത് എന്ന് ചോദിച്ചാൽ ഗോളിയാർ റയോൺസ് ഫാക്ടറി. കോഴിക്കോട്ടെ മാവൂരാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ചാലിയാറാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാറാണ്. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദികളാണ് ചാലിയാറും പെരിയാറും. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദികളാണ് ചാലിയാറും പെരിയാറും. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ് കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി. കൂടിയത് ചാലിയാറും പെരിയാറുമാണ്. ഓക്കെ, നെക്സ്റ്റ് ചാലക്കുടി പുഴ. കേരളത്തിലെ 5ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടി പുഴ. 145.5 കിലോമീറ്ററാണ്, അല്ലെങ്കിൽ 90 മൈലാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. കേരളത്തിലെ 5ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടി പുഴ. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ. ഓർക്കുക, ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചാലക്കുടി പുഴയാണ്. ഇതിൻ്റെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. ചാലക്കുടി പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള കേരളത്തിലെ നദിയാണ് ഈ ചാലക്കുടി പുഴ. ഓർക്കുക, ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള കേരളത്തിലെ നദി ചാലക്കുടി പുഴയാണ്. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം എന്നീ ജില്ലകളിലൂടെയാണ് ചാലക്കുടി പുഴ ഒഴുകുന്നത്. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകൂത്ത്. ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകൂത്ത് ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടി പുഴയുടെ പോഷക നദികളാണ് ഷോളയാർ, ആനക്കയം, പറമ്പിക്കുളം എന്നിവ. ഷോളയാർ, ആനക്കയം, പറമ്പിക്കുളം ഇതൊക്കെ ചാലക്കുടി പുഴയുടെ പോഷക നദികളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാറിലാണ്. ഓർക്കുക, ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാറിലാണ്. ഇലന്തിക്കരയിൽ വെച്ച് ചാലക്കുടി പുഴ പെരിയാറുമായി ചേർന്ന് പിന്നീട് ഇവ ഒന്നിച്ചൊഴുകി കൊടുങ്ങല്ലൂർ കായലുമായും അതിനുശേഷം അറബിക്കടലുമായും ചേരുന്നു. അപ്പോൾ ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാറിലാണ് എന്നും മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. 16 കിലോമീറ്റർ നീളമുള്ള മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏതെന്ന് ചോദിച്ചാലും മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ പുഴ മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം ബാലപ്പൂണിക്കുന്നുകളാണ്. ബാലപ്പൂണിക്കുന്നുകളിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത്. ബാലപ്പൂണിക്കുന്നുകളിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത്. മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം കാസർഗോട്ടെ ഉപ്പളക്കായലാണ്. മഞ്ചേശ്വരം പുഴ കാസർഗോട്ടെ ഉപ്പളക്കായലിലാണ് പതിക്കുന്നത്. കാസർഗോട്ടെ ഉപ്പളക്കായൽ. കേരളത്തിൽ കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏത് എന്നൊരു ചോദ്യം ചോദിക്കും. അത് രാമപുരം നദിയാണ്. 19 കിലോമീറ്റർ നീളം. കേരളത്തിൽ കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി രാമപുരം നദിയാണ്. 19 കിലോമീറ്റർ നീളം. നമ്മൾ പറഞ്ഞ മഞ്ചേശ്വരം പുഴ ഉപ്പളക്കായലിലാണ് പതിക്കുന്നത്. എന്നാൽ കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം നദിയാണ്. നെക്സ്റ്റ് നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഏത് എന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അത് നെയ്യാറാണ്. 56 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളമെന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി സദേൺ മോസ്റ്റ് അത് നെയ്യാറാണ്. അഗസ്ത്യമല, പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിലാണ് നെയ്യാർ ഉത്ഭവിക്കുന്നത്. ഏറ്റവും തെക്കേ അറ്റത്തെ നദി ആണ് നെയ്യാർ. അഗസ്ത്യമല, പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിലാണ് നെയ്യാർ ഉത്ഭവിക്കുന്നത്. കല്ലാറും
കരവലിയാറുമൊക്കെ നെയ്യാറിൻ്റെ പോഷക നദികളാണ്. കല്ലാറും കരവലിയാറും നെയ്യാറിൻ്റെ പോഷക നദികളാണ്. കല്ലാറും കരവലിയാറും. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാറിൻ്റെ തീരത്താണ്. ഓർക്കുക, പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ നെയ്യാറാണെന്ന് ഓർക്കണം. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കായ മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിലാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കായ മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിലാണ്. കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം നെയ്യാർ ഡാമിലാണ്. കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിലാണ്. അടുത്തത് ചന്ദ്രഗിരി പുഴയാണ്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. ഓർക്കുക, മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. പെരുമ്പുഴ, പയസ്സുനി എന്നൊക്കെ അറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ്. പെരുമ്പുഴ, പയസ്സുനി എന്നൊക്കെ ചന്ദ്രഗിരി പുഴ അറിയപ്പെടുന്നു. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി എന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അത് ചന്ദ്രഗിരി പുഴയാണ്. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ചന്ദ്രഗിരി പുഴയാണെന്ന് ഓർത്തിരിക്കുക. മലയാള കരയ്ക്കും തുളുനാടിനുമിടയിൽ പരമ്പരാഗത അതിരായി കണക്കാക്കിയിരുന്ന പുഴയാണ് ചന്ദ്രഗിരി പുഴ. മലയാള കരയ്ക്കും തുളുനാടിനുമിടയിൽ പരമ്പരാഗത അതിരായി കണക്കാക്കിയിരുന്നത് ചന്ദ്രഗിരി പുഴയാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 12 ആണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 12. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് നദികളോട് നമ്മൾ അറിഞ്ഞിരിക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. കൊല്ലം ജില്ലയിലെ കല്ലട. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിലാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം ചാലിപ്പുഴയിലാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം ചാലിപ്പുഴയിലാണ്. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കോട്ടയം. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏത് എന്നൊക്കെ മീനച്ചിലാറിനെ പറ്റി പണ്ട് PSC ചോദിക്കുമായിരുന്നു. അപ്പം മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കോട്ടയം. വളപ്പട്ടണം നദി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. വളപ്പട്ടണം നദി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ, ബ്രിട്ടീഷ് ചാനൽ എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്ന നദിയാണ് മയ്യഴിപ്പുഴ. യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ചാനൽ എന്ന് വിളിക്കപ്പെട്ട നദിയാണ് മയ്യഴിപ്പുഴ. തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ. തലശ്ശേരിയെയും മാഹിയെയും വേർതിരിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ. ഇനി കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞാൽ നേരത്തെ ഏതൊക്കെ നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നതെന്ന്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, പാമ്പാർ, ഭവാനി. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. ഈ നദികളുടെ ഈ നദികൾ കബനി, ഭവാനി, പാമ്പാറൊക്കെ ഏത് നദിയുടെ പോഷക നദികളാണ്, ട്രിബ്യൂട്ടറി ആണ് എന്ന് ചോദിച്ചാൽ കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവയൊക്കെ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികളൊക്കെ കാവേരി നദിയുടെ പോഷക നദികളാണ്. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് പാമ്പാറും ഭവാനിയും. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പാമ്പാറും ഭവാനിയുമാണ്. ഓർക്കുക, തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ പോഷക നദികളാണ് പാമ്പാറും ഭവാനിയും. കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ അത് കബനി നദിയാണ്. കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി കബനി നദിയാണ്. കേരളത്തിലെ നീളം 56.6 കിലോമീറ്ററാണ്. കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി കബനി നദി. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി. കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളപ്പട്ടണം നദി. കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളപ്പട്ടണം നദി. അപ്പം കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി കബനി നദി. കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളപ്പട്ടണം നദി. കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ലയാണ്. കബനി നദിയുടെ ഉത്ഭവസ്ഥാനം വയനാട്ടിലെ തൊണ്ടാർമുടിയാണ്. കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയായ കബനി നദി ഒഴുകുന്ന ജില്ല വയനാടാണ്. അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് വയനാട്ടിലെ തന്നെ തൊണ്ടാർമുടിയിലാണ്. കബനി നദിയുടെ ഉത്ഭവസ്ഥാനം വയനാട്ടിലെ തൊണ്ടാർമുടി. ഏതെല്ലാം നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ പനമരം, മാനന്തവാടി നദികൾ. പനമരം, മാനന്തവാടി നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത്. പനമരം, മാനന്തവാടി നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത്.
കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില. കപില എന്നറിയപ്പെടുന്നത് കബനി നദിയാണ്. കബനി നദി പതിക്കുന്നത് കാവേരി നദിയിലാണ്. കബനി നദി പതിക്കുന്നത്. ബാണസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത് എന്ന് PSC ചോദിക്കാം. അത് കബനി നദിയാണ്. ബാണസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണസുര സാഗർ ഡാം. വയനാട് ജില്ലയിലെ ബാണസുര സാഗർ ഡാം കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ്. ബാണസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമാണ് ബാണസുര സാഗർ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം, ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാം എന്നൊക്കെ ചോദിച്ചാലും കബനി നദിയിലെ ബാണസുര സാഗർ ഡാമാണ്. ബാണസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമനത്തോട്. കബനിയുടെ പോഷക നദിയായ കരമനത്തോടാണ് ബാണസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് ബാണസുര സാഗർ ഡാമിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് ബാണസുര സാഗർ ഡാമിലാണ്. കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി നദിയാണ്. കുറുവാ ദ്വീപ് കബനി നദിയിലാണ്. ദേവികുളത്തെ ബെൻമൂറിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ദേവികുളത്തെ ബെൻമൂറിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് പാമ്പാർ. 25 കിലോമീറ്റർ. പാമ്പാർ ഒഴുകുന്നത് ഇടുക്കി ജില്ലയിലാണ്. തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെടുന്നത് പാമ്പാറാണ്. ദേവികുളത്തെ ബെൻമൂറിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഇടുക്കി ജില്ലയിലാണ് ഒഴുകുന്നത്. പാമ്പാർ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് തലയാർ എന്നാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. അതുപോലെ തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് പാമ്പാറിലാണ്. തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടമൊക്കെ പാമ്പാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാമ്പാർ പതിക്കുന്നത് കാവേരി നദിയിലാണ്. തമിഴ്നാട്ടിൽ വെച്ച് കാവേരി നദിയിലാണ് പാമ്പാർ പതിക്കുന്നത്. അതുപോലെ ഭവാനി നദി കേരളത്തിൽ 37.5 കിലോമീറ്ററാണ് ഒഴുകുന്നത് നീളമെന്ന് പറയുന്നത്. കേരളത്തിൽ ഭവാനി നദിയുടെ നീളമെന്ന് പറയുന്നത്. ഈ ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലാണ് ഭവാനി നദി ഒഴുകുന്നത്. ഭവാനി നദി പാലക്കാട് ജില്ലയിലാണ് ഒഴുകുന്നത്. ഭവാനി നദിയിൽ എത്തിച്ചേരുന്ന പ്രധാന നദികളാണ് ശിരുവാണിയും വരകാറും ഭവാനി നദിയിലാണ് എത്തിച്ചേരുന്നത്. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്തുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി. കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ അട്ടപ്പാടി. കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്നത് അട്ടപ്പാടിയിലാണ്. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തത് എന്ന് ചോദിച്ചാൽ കൊടുങ്ങരപ്പള്ളമാണ്. കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്നത് അട്ടപ്പാടിയിലാണ്. കൊടുങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവം തമിഴ്നാട്ടിലെ അതിർത്തിയിലെ പൊരുൾമുടിയിലാണ് കൊടുങ്ങരപ്പള്ളം പുഴ ഉത്ഭവിക്കുന്നത്. പതനം ഭവാനിപ്പുഴയിലാണ്. ഓക്കെ, ഇനി നദികൾ ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ ഞാൻ പറയാം. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ. ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴ. നദിയാണ് കുറുമാലിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ. ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴ. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. ഓർക്കുക, നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാറാണ്. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കവനാർ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. ഇരവികുളം, മറയൂർ, ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഇതെല്ലാം PSC പ്രീവിയസ് ചോദ്യങ്ങളാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ. തട്ടേക്കാടിലൂടെ ഒഴുകുന്നത് പെരിയാറാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ശിരുവാണി. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് ചീങ്കണ്ണിപ്പുഴ. ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കുറുമാലിപ്പുഴ. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്നത് ചാലിയാർ. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് കവനാർ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. ഇരവികുളം, മറയൂർ, ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാർ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണിയാണെന്നും ഓർത്തിരിക്കുക. ഇനി നദീതീര പട്ടണങ്ങളാണ് പറയാൻ പോകുന്നത്. മലയാറ്റൂറും ആലുവയും കാലടിയും പെരിയാറിൻ്റെ തീരത്താണ്. മലയാറ്റൂരും ആലുവയും കാലടിയും പെരിയാറിൻ്റെ തീരത്ത്. അതുപോലെ പട്ടാമ്പി, പൊന്നാനി, കുറ്റിപ്പുറം, തിരുനാവായ, ചെറുതുരുത്തി ഇതെല്ലാം ഭാരതപ്പുഴയുടെ തീരത്താണ്. പട്ടാമ്പി, പൊന്നാനി, കുറ്റിപ്പുറം,
തിരുനാവായ, ചെറുതുരുത്തി എല്ലാം ഭാരതപ്പുഴയുടെ തീരത്താണ്. പട്ടാമ്പി, പൊന്നാനി, കുറ്റിപ്പുറം, തിരുനാവായ, ചെറുതുരുത്തി ഇവയെല്ലാം ഭാരതപ്പുഴയുടെ തീരത്താണ്. കുട്ടനാട്, റാന്നി, കോഴഞ്ചേരി, തിരുവല്ല, ചെങ്ങന്നൂർ, അമ്പലപ്പുഴ ഇതെല്ലാം പമ്പയുടെ തീരത്താണ്. കുട്ടനാട്, റാന്നി, കോഴഞ്ചേരി, തിരുവല്ല, ചെങ്ങന്നൂർ, അമ്പലപ്പുഴ ഇതെല്ലാം ഈ സ്ഥലങ്ങളെല്ലാം പമ്പയുടെ തീരത്താണ്. ഫറൂഖ്, ബേപ്പൂർ, നിലമ്പൂർ, മാവൂർ, എടവണ്ണ, അരീക്കോട് ഇവയെല്ലാം ചാലിയാറിൻ്റെ തീരത്താണ്. ഫറൂഖ്, ബേപ്പൂർ, നിലമ്പൂർ, മാവൂർ, എടവണ്ണ, അരീക്കോട് ഇതെല്ലാം ചാലിയാറിൻ്റെ തീരത്ത്. പാലാ, കോട്ടയം, ഏറ്റുമാനൂർ മീനച്ചിലാറിൻ്റെ തീരത്താണ്. പാലാ, കോട്ടയം, ഏറ്റുമാനൂർ ഈ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിൻ്റെ തീരത്ത്. ഇരിട്ടി, ശ്രീകണ്ഠപുരം, ഇരിക്കൂർ, പറശ്ശിനിക്കടവ് വളപട്ടണം നദിയുടെ തീരത്തുള്ള പട്ടണങ്ങളാണ് ഇരിട്ടി, ശ്രീകണ്ഠപുരം, ഇരിക്കൂർ, പറശ്ശിനിക്കടവ്. ഇരിട്ടി, ശ്രീകണ്ഠപുരം, ഇരിക്കൂർ, പറശ്ശിനിക്കടവ് ഇതെല്ലാം വളപട്ടണം നദിയുടെ തീരത്താണ്. പന്തളം, അച്ചൻകോവിലാറിൻ്റെ തീരത്താണ്. പുനലൂർ, കല്ലടയാറിൻ്റെ തീരത്താണ്. പന്തളം, അച്ചൻകോവിലാർ, പുനലൂർ, കല്ലടയാർ. അരുവിപ്പുറം, നെയ്യാറിൻ്റെ തീരത്താണ്. കാസർഗോഡ്, ചന്ദ്രഗിരി പുഴയുടെ തീരത്താണ്. അരുവിപ്പുറം, നെയ്യാറിൻ്റെ തീരത്ത്. കാസർഗോഡ്, ചന്ദ്രഗിരി പുഴയുടെ തീരത്ത്. ഇനി ഓരോ ജില്ലയിലെയും പ്രധാനപ്പെട്ട നദികൾ ജസ്റ്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. കുറച്ചേറെ നദികൾ ഓരോ ജില്ലയിലും നമ്മൾ അറിഞ്ഞിരിക്കണം. തിരുവനന്തപുരം, കിള്ളിയാർ, കരമന നദി, നെയ്യാർ, വാമനപുരം നദി. തിരുവനന്തപുരത്തെ നദികളാണ് കിള്ളിയാർ, കരമന നദി, നെയ്യാർ, വാമനപുരം നദി. കൊല്ലം ജില്ലയിലൂടെ ഒഴുകുന്ന നദികളാണ് കല്ലട, ഇത്തിക്കരയാർ, പള്ളിക്കൽ നദി. കല്ലട, ഇത്തിക്കരയാർ, പള്ളിക്കൽ നദി ഇവയെല്ലാം കൊല്ലം ജില്ല. പത്തനംതിട്ടയാണെങ്കിൽ പമ്പ, അച്ചൻകോവിലാർ, മണിമലയാർ, പള്ളിക്കൽ നദി. പമ്പ, അച്ചൻകോവിലാർ, മണിമലയാർ, പള്ളിക്കൽ നദി ഇതൊക്കെ പത്തനംതിട്ട ജില്ലയിലൂടെ ഒഴുകുന്ന നദികളാണ്. ആലപ്പുഴയാണെങ്കിൽ മണിമലയാർ, പമ്പ, അച്ചൻകോവിലാർ. ആലപ്പുഴയിലൂടെ ഒഴുകുന്ന നദികൾ മണിമലയാർ, പമ്പ, അച്ചൻകോവിലാർ. കോട്ടയമാണെങ്കിൽ മീനച്ചിലാർ, മൂവാറ്റുപുഴ, മണിമലയാർ. കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്ന നദികൾ മീനച്ചിലാർ, മൂവാറ്റുപുഴ, മണിമലയാർ. ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്ന നദികൾ പെരിയാർ, തൊടുപുഴയാർ, പാമ്പാർ. ഇടുക്കിയിലൂടെ ഒഴുകുന്ന നദികൾ പെരിയാർ, തൊടുപുഴയാർ, പാമ്പാർ. എറണാകുളത്തേക്ക് വരുമ്പോൾ പെരിയാർ, മൂവാറ്റുപുഴ, ചാലക്കുടിപ്പുഴ, കോതമംഗലം, തൊടുപുഴയാർ. മൂവാറ്റുപുഴ, പെരിയാർ, ചാലക്കുടിപ്പുഴ, കോതമംഗലം, തൊടുപുഴയാർ ഇതൊക്കെ എറണാകുളം ജില്ലയിലൂടെ ഒഴുകുന്ന നദികളാണ്. തൃശ്ശൂരാണെങ്കിൽ ചാലക്കുടിപ്പുഴ, ഭാരതപ്പുഴ, കീച്ചേരി, മണലി നദി, ചിമ്മിനി. ചാലക്കുടിപ്പുഴ, ഭാരതപ്പുഴ, കീച്ചേരി, മണലി നദി, ചിമ്മിനി ഇതൊക്കെ തൃശ്ശൂർ ജില്ലയിലൂടെ ഒഴുകുന്നതാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളാണ് ഇനി പറയുന്നത്. ഭാരതപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഭവാനി, കരിമ്പുഴ, ശിരുവാണി, കുന്തിപ്പുഴ. പാലക്കാടിലൂടെ ഒഴുകുന്ന നദികളാണ് ഭാരതപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഭവാനി, കരിമ്പുഴ, ശിരുവാണി, കുന്തിപ്പുഴ. ഏകദേശം 9 നദികളുടെ പേര് പറഞ്ഞു. മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ ചാലിയാർ, കടലുണ്ടിപ്പുഴ, ഭാരതപ്പുഴ, തിരൂർപ്പുഴ, പൂരപ്പറമ്പ നദി, നാറാണിപ്പുഴ. കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ മലപ്പുറം ജില്ലയിലെ ഒന്നുകൂടെ പറയാം. ചാലിയാർ, കടലുണ്ടിപ്പുഴ, ഭാരതപ്പുഴ, തിരൂർപ്പുഴ, പൂരപ്പറമ്പ നദി, നാറാണിപ്പുഴ. കോഴിക്കോടാണെങ്കിൽ ചാലിയാർ, കുറ്റ്യാടിപ്പുഴ, കടലുണ്ടിപ്പുഴ, കോരപ്പുഴ, കല്ലായി. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ചാലിയാർ, കുറ്റ്യാടിപ്പുഴ, കടലുണ്ടിപ്പുഴ, കോരപ്പുഴ, കല്ലായി. വയനാട് ജില്ലയിലേക്ക് വരുമ്പോൾ കബനി നദി, പനമരം നദി, മാനന്തവാടിപ്പുഴ. കബനി, പനമരം, മാനന്തവാടി. കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ വളപട്ടണം നദി, കുപ്പം നദി, അഞ്ചരക്കണ്ടി, ഭവാലി നദി. വളപട്ടണം നദി, കുപ്പം നദി, അഞ്ചരക്കണ്ടി, ഭവാലി നദി ഇതൊക്കെ കണ്ണൂർ ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ ചന്ദ്രഗിരി പുഴ, മഞ്ചേശ്വരം പുഴ, കവ്വായി പുഴ, ഉപ്പള, ചിറ്റാരി നദി, ഷിറിയ, കാര്യങ്കോട്, കുമ്പള, ബോങ്ക്രാൽ ഇതൊക്കെ കാസർഗോഡ് ജില്ലയിലൂടെയാണ്. ചന്ദ്രഗിരി പുഴ, മഞ്ചേശ്വരം നദി, കവ്വായി നദി, ഉപ്പള, ചിറ്റാരി നദി, ഷിറിയ, കാര്യങ്കോട്, കുമ്പള, മോങ്ക്രാൽ നദി ഇതൊക്കെ കാസർഗോഡ് ജില്ലയിലൂടെയാണെന്നും അറിഞ്ഞിരിക്കുക. ജസ്റ്റ് പേരുകൾ ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പേരുകൾ കേട്ട ഉടനെ അറിയാൻ മേലാത്ത എല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കയറണമെന്നൊന്നുമില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഡെയിലി ഒരു 5 മിനിറ്റ് വെച്ച് ഈ നദികൾ ഏത് ജില്ലയിലൂടെയാണ് ഒഴുകുന്നതെന്ന് റിവിഷൻ ചെയ്ത് അങ്ങ് പഠിച്ച് പോയാൽ മതി. ഒരു 10-20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നോക്കി സിമ്പിളായിട്ട് ഓർത്തിരിക്കും. ബാക്കിയുള്ളതൊക്കെ റിപ്പീറ്റഡായിട്ട് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നതാണ്. ഇത് മാത്രം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഡെയിലി റിവൈസ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നദികളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കും.
ചില നദികൾക്ക് ചില അപരനാമങ്ങളൊക്കെ ഉണ്ട്. നദികളും അപരനാമങ്ങളുമാണ് ഇനി പറയുന്നത്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിൻ്റെ ജീവരേഖ പെരിയാറാണ്. അതുപോലെ കേരളത്തിൻ്റെ നൈൽ ഏത് എന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. അതുപോലെ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നതും പമ്പാ നദിയാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നതും പമ്പാ നദിയാണ്. അതുപോലെ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. മഞ്ഞ നദി അതുപോലെ മുരാട് പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. മഞ്ഞ നദി, മുരാട് പുഴ എന്നീ പേരുകൾ കുറ്റ്യാടിപ്പുഴയുടെയാണെന്ന് മനസ്സിലാക്കുക. പൊന്നാനിപ്പുഴ അതുപോലെ ശോകനാശിനിപ്പുഴ എന്നൊക്കെ ഭാരതപ്പുഴയാണ് അറിയപ്പെടുന്നത്. നിള എന്നും ഭാരതപ്പുഴ അറിയപ്പെടുന്നു. പൊന്നാനിപ്പുഴ, ശോകനാശിനിപ്പുഴ, നിള. ഓക്കെ, ഇത് മൂന്നുമാണ് ഭാരതപ്പുഴയുടെ പേരുകൾ. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഏത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതും ഭാരതപ്പുഴ തന്നെയാണ്. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പൊന്നാനിപ്പുഴ, ശോകനാശിനിപ്പുഴ, നിള, പേരാർ ഇതെല്ലാം ഭാരതപ്പുഴയുടെ വിശേഷണങ്ങളാണെന്ന് മനസ്സിലാക്കുക. പയസ്വിനി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴയാണ്. തലയാർ അറിയപ്പെട്ടിരുന്നത് പാമ്പാറാണ്. പയസ്വിനി, ചന്ദ്രഗിരിപ്പുഴ, തലയാർ എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് പാമ്പാറാണ്. പയസ്വിനി, ചന്ദ്രഗിരിപ്പുഴ, തലയാർ, പാമ്പാർ. ഓക്കെ, ഇനി കായലുകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. കായലുകളുടെ നാട് എന്നാണ് കേരളം അറിയപ്പെടുന്നത്. കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന കേരള സംസ്ഥാനം ഏതെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് കേരളമാണ്. കേരളത്തിൽ 34 കായലുകളുണ്ട്. കേരളത്തിലെ കായലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 34ആണ്. 34 നമ്പർ ഓർത്തിരിക്കുക. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34ആണ്. കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം അങ്ങനെ ചോദ്യം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അത് 27ആണ്. കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം ഏതെന്ന് ചോദിച്ചാൽ 27ആണ്. കേരളത്തിൽ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം, അതായത് കടലുമായി ബന്ധമില്ലാത്ത മറ്റ് ജലാശയങ്ങളുടെ എണ്ണം അപ്പോൾ എത്രയായിരിക്കും? 7ആണ്. ടോട്ടൽ 34, അതിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 27ആണ്. ബാക്കിയുള്ള 7 കടലുമായി ബന്ധപ്പെടാത്ത ഉൾനാടൻ ജലാശയങ്ങളാണ്. ടോട്ടൽ 34, കടലുമായി ബന്ധപ്പെട്ട് 27, 7 കടലുമായി ബന്ധമില്ലാത്ത ഉൾനാടൻ ജലാശയങ്ങളാണ്. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകളെന്ന് പറയുന്നത്. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കടലിനോട് ചേർന്ന് കിടക്കുന്ന വലിയ ജലാശയങ്ങളെ കായലുകളെന്ന് പറയുന്നു. അതുപോലെ കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളെ തടാകങ്ങളെന്നും പറയുന്നു. അതിൻ്റെ ആ ഒരു ഡെഫിനേഷനാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഓരോ കായലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം വേമ്പനാട്ട് കായലാണ്. വളരെ പ്രധാനപ്പെട്ട കായലാണ്. PSCയുടെ ഫേവററ്റ് കായലും കൂടെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് എന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം അല്ലെങ്കിൽ വെറ്റ്ലാൻഡ് ഏതാണെന്ന് ചോദിച്ചാലും അത് വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടമാണ് വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം. വേമ്പനാട്ട് കായലിലെ ദ്വീപുകൾ ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. വെല്ലിംഗ്ടൺ, വൈപ്പിൻ, വല്ലാർപാടം, കടമക്കുടി, പാതിരാമണൽ, പെരുമ്പളം. വെല്ലിംഗ്ടൺ, വൈപ്പിൻ, വല്ലാർപാടം, കടമക്കുടി, പാതിരാമണൽ, പെരുമ്പളം ഇതൊക്കെ വേമ്പനാട്ട് കായലിലെ ദ്വീപുകളാണ്. വെല്ലിംഗ്ടൺ, വൈപ്പിൻ, വല്ലാർപാടം, കടമക്കുടി, പാതിരാമണൽ, പെരുമ്പളം ഇതൊക്കെ വേമ്പനാട്ട് കായലിലെ ദ്വീപുകളാണെന്ന് മനസ്സിലാക്കുക. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയെന്നും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം. മൂവാറ്റുപുഴ, മീനച്ചിലാർ, പമ്പ, പെരിയാർ, അച്ചൻകോവിലാർ, മണിമലയാർ ഇതെല്ലാം വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികളാണ്. ഓർക്കുക, മൂവാറ്റുപുഴ, മീനച്ചിലാർ, പമ്പ, പെരിയാർ, അച്ചൻകോവിലാർ, മണിമലയാർ. മൂവാറ്റുപുഴ, മീനച്ചിലാർ, പമ്പ, പെരിയാർ, അച്ചൻകോവിലാർ, മണിമലയാർ ഇതെല്ലാം വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികളാണ്. കുമരകം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം ഏതെന്ന് PSC എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അത് വേമ്പനാട്ട് കായലാണ്. കുമരകം വിനോദസഞ്ചാര കേന്ദ്രം വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. കുമരകം വിനോദസഞ്ചാര കേന്ദ്രം. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളാണ് ആലപ്പുഴയും എറണാകുളവും കോട്ടയവും. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴയും എറണാകുളവും കോട്ടയവുമാണ്. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ആലപ്പുഴ, എറണാകുളം, കോട്ടയം. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. കൊച്ചി തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി. പുന്നമട കായൽ, കൊച്ചി കായൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കായൽ ഏതെന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലാണ്. പുന്നമട കായൽ അതുപോലെ കൊച്ചി കായൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ്. പുന്നമട കായൽ,
കൊച്ചി കായൽ എന്നീ പേരുകളിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പുന്നമട കായലിലാണെന്ന് ഉത്തരം എഴുതിക്കോണം. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം ഏതെന്ന് ചോദിച്ചാലും വേമ്പനാട്ട് കായലാണ്. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം വേമ്പനാട്ട് കായലാണെന്ന് മനസ്സിലാക്കുക. ഇത്രയും പോയിന്റുകൾ വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. ഏറ്റവും വലിയതാണ് അത് വേമ്പനാട്ട് കായലാണ്. രണ്ടാമത്തെ വലുത് അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. അഷ്ടമുടി കായൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഓർത്തിരിക്കുക, കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമുടി കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം ഏതെന്ന് ചോദിക്കും. അത് നീണ്ടകര അഴിയാണ്. നീണ്ടകര അഴിയിലാണ് അഷ്ടമുടി കായൽ അറബിക്കടലുമായി യോജിക്കുന്നത്. പനയോല നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ, അല്ലെങ്കിൽ പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ, അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ എന്നൊക്കെ ചോദിച്ചാലും അത് അഷ്ടമുടി കായലാണ്. ആ പോയിന്റ് ഓർത്തോണം. പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ എന്നൊക്കെ ചോദിച്ചാലും ഉത്തരം അഷ്ടമുടി കായലാണ്. കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ കാണുന്ന തടാകം ഏതെന്ന് PSC ചോദിക്കാറുണ്ട്. മേപ്പടി തടാകമാണ്. അത് വയനാട് ജില്ലയിലാണ്, ചെമ്പ്ര കൊടുമുടിയിൽ. കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ തടാകം സ്ഥിതി ചെയ്യുന്നത് മേപ്പടി വയനാട്. കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ തടാകം സ്ഥിതി ചെയ്യുന്നത് മേപ്പടി വയനാട്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ Fൻ്റെ ആകൃതിയുള്ള കായലാണ് ശാസ്താംകോട്ട കായൽ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ Fൻ്റെ ആകൃതിയിലുള്ള കായലാണ് ശാസ്താംകോട്ട കായൽ എന്നും ഈ കൂട്ടത്തിൽ നിന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം. ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം. അഷ്ടമുടി കായലുമായിട്ട് ബന്ധമല്ലാതെ 2 പോയിന്റുകൾ ഇടയ്ക്ക് കയറി വന്നു ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കുക. കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പടി വയനാട്, ചെമ്പ്ര കൊടുമുടിയിലാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F എന്ന ആകൃതിയിലുള്ള കായലാണ് ശാസ്താംകോട്ട കായൽ. അതുപോലെ ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം. ഓക്കെ. 1988 ജൂലൈ 8 പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് അഷ്ടമുടി കായലിലാണ്. PSC ചോദിക്കുന്ന ചോദ്യമാണ്. 1988 ജൂലൈ 8 പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് അഷ്ടമുടി കായലിലാണ്. പ്രസിഡൻസ് ട്രോഫി ജലോത്സവം നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചതും അഷ്ടമുടി പുന്നമട കായലിലാണ്. അപ്പോൾ പ്രസിഡൻസ് ട്രോഫി ജലോത്സവം അഷ്ടമുടി കായൽ. കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിനും അഷ്ടമുടി കായലിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി മറ്റു കായലുകളാണ് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണ് കാസർഗോഡ് ജില്ലയിലെ ഉപ്പളക്കായൽ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതെന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയിലെ ഉപ്പളക്കായലാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായലുകളാണ് ഇടവ, നടയറ കായലുകൾ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായലുകളാണ് ഇടവ, നടയറ കായലുകൾ. കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിലാണ് കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം. കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായലുകൾ ഇടവ, നടയറ കായലുകളാണെന്നും അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ശുദ്ധജല തടാകങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ശാസ്താംകോട്ട കായൽ, വെള്ളായണി കായൽ, പൂക്കോട് തടാകം, എനമാക്കൽ, മനക്കൊടി, ഇതെല്ലാം ശുദ്ധജല തടാകങ്ങളാണ് കേരളത്തിലെ. അപ്പോൾ കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയെന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് പറയാം. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായൽ, തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കായൽ, വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം, തൃശ്ശൂർ ജില്ലയിലെ ഏനമാക്കൽ, തൃശ്ശൂർ ജില്ലയിലെ മനക്കൊടി. അപ്പോൾ ശാസ്താംകോട്ട കായൽ, വെള്ളായണിക്കായൽ, പൂക്കോട് തടാകം, തൃശ്ശൂർ ജില്ലയിലെ ഏനമാക്കൽ, മനക്കൊടി എന്നീ തടാകങ്ങൾ ഇതെല്ലാം കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണെന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കായലുകളുടെ രാജ്ഞി എന്നാണ് ഈ ശാസ്താംകോട്ട കായൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായൽ കായലുകളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് വെള്ളായണിക്കായൽ. കേരളത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് വെള്ളായണിക്കായൽ എന്ന് മനസ്സിലാക്കുക. ഏറ്റവും തെക്ക് ഭാഗത്ത്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം. കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ തടാകമാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതെന്ന് ചോദിച്ചാലും ഈ വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം തന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം. അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഇതൊക്കെ പൂക്കോട് തടാകമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് തടാകം. കബനി നദിയുടെ പോഷക നദിയായ പനമരം നദിയുടെ ഉദ്ഭവം പൂക്കോട് തടാകത്തിലാണ്.
കബനി നദിയുടെ പോഷക നദിയായ പനമരം നദിയുടെ ഉദ്ഭവം പൂക്കോട് തടാകമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, കേരളത്തിലെ പ്രധാനപ്പെട്ട കായലുകൾ. കാസർഗോഡ് ജില്ലയിലെ കായലുകളാണ് ഉപ്പളക്കായൽ. കാസർഗോഡ് ജില്ലയിലാണ് ഉപ്പളക്കായൽ. കണ്ണൂർ ജില്ലയിലാണ് കൗവായി കായൽ. കണ്ണൂർ ജില്ലയിൽ കൗവായി കായൽ. വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം. വയനാട് ജില്ലയിൽ പൂക്കോട് തടാകം. കോഴിക്കോട് ജില്ലയിലാണ് മാനാഞ്ചിറക്കായൽ. മനുഷ്യനിർമ്മിത കായൽ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. കോഴിക്കോട് ജില്ലയിൽ മാനാഞ്ചിറക്കായൽ. മലപ്പുറം ജില്ലയിലാണ് BM കായൽ. BM കായൽ മലപ്പുറം ജില്ല. തൃശ്ശൂർ ജില്ലയിലെ കായലുകളാണ് എനമാക്കൽ, മുരിയാട്, കൊടുങ്ങല്ലൂർ, ചേറ്റുവ. എനമാക്കൽ, മുരിയാട്, കൊടുങ്ങല്ലൂർ, ചേറ്റുവ. ഏനമാക്കൽ, മുരിയാട്, കൊടുങ്ങല്ലൂർ, ചേറ്റുവ ഇതെല്ലാം തൃശ്ശൂർ ജില്ലയാണ്. വേമ്പനാട്ട് കായലും പറവൂർ കായലും എറണാകുളം ജില്ലയിലാണ്. വേമ്പനാട്ട് കായലും പറവൂർ കായലും എറണാകുളം ജില്ലയിലൂടെ ഒഴുകുന്നു. വേമ്പനാട്ട് കായൽ എറണാകുളം എന്ന് മാത്രമല്ല, പല കായലുകളും പല ജില്ലകളിലും ഉണ്ട്. എന്നാൽ എറണാകുളത്തുള്ള കായലുകൾ, എറണാകുളത്തോടെ ഒഴുകുന്ന കായലുകൾ എന്ന രീതി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എല്ലാ ജില്ലകളിലും ആ രീതിയിൽ ഓർക്കുക. എറണാകുളം ജില്ലയിൽ വേമ്പനാട്ട് കായലും പറവൂർ കായലും ഉണ്ട്. കോട്ടയം ജില്ലയിൽ വേമ്പനാട്ട് കായൽ മാത്രമേ ഉള്ളൂ. ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായലും കായംകുളം കായലും ഉണ്ട്. കോട്ടയം ജില്ലയിൽ വേമ്പനാട്ട് കായൽ മാത്രം. ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായലും കായംകുളം കായലും. കൊല്ലം ജില്ലയിലെ കായലുകളാണ് അഷ്ടമുടി കായലും ശാസ്താംകോട്ട കായലും. കൊല്ലം ജില്ലയിലെ കായലുകളാണ് അഷ്ടമുടി കായലും ശാസ്താംകോട്ട കായലും. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളായണി കായൽ, ആക്കുളം കായൽ, വീളിക്കായൽ, അഞ്ചുതെങ്ങ്. വെള്ളായണിക്കായൽ, ആക്കുളം കായൽ, വേളിക്കായൽ, അഞ്ചുതെങ്ങ് ഇതൊക്കെ തിരുവനന്തപുരം ജില്ലയിലാണ്. കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്തിന് അഴി എന്ന് നമ്മൾ പറയുന്നു. ഈ കൊല്ലം ജില്ലയിൽ നീണ്ടകര അഴിയും അതുപോലെ ആലപ്പുഴ ജില്ലയിലെ അന്ധകാരൻ അഴിയുമൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അന്ധകാരൻ അഴി ആലപ്പുഴ ജില്ലയിലാണ്, കൊല്ലം ജില്ലയിലാണ് നീണ്ടകര അഴി. കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അഴി എന്ന് പറയുന്നത്. കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടയ്ക്ക് പറയുന്ന പേര് പൊഴി എന്നാണ്. കാപ്പിൽ പൊഴി തിരുവനന്തപുരം, അതുപോലെ പൂവാർ പൊഴി തിരുവനന്തപുരം, തോട്ടപ്പള്ളി പൊഴി ആലപ്പുഴ ഇതൊക്കെ പൊഴിക്ക് എക്സാമ്പിളാണ്. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ പൊഴി, തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ പൊഴി, ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി പൊഴി ഇതൊക്കെ പൊഴിക്ക് എക്സാമ്പിളാണ്. കായൽ കടലിനോട് ചേർന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടയാണ് പൊഴി എന്ന് പറയുന്നത്. ഓക്കെ, തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുകയും സുസ്ഥിരമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് സംബന്ധിച്ച അന്താരാഷ്ട്ര കരാറാണ് റാംസർ കൺവെൻഷൻ. 1971 ഫെബ്രുവരി 2 ഇതിൻ്റെ ഒപ്പുവെച്ച ദിവസം. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുകയും സുസ്ഥിരമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് സംബന്ധിച്ച അന്താരാഷ്ട്ര കരാറാണ് റാംസർ കൺവെൻഷൻ. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. കേരളത്തിൽ നിന്നും റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട കായലുകളാണ് അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട്. കേരളത്തിൽ നിന്നും റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട കായലുകളാണ് അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട്ട് കായലുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് വേമ്പനാട്ട് കായലാണെന്നും മനസ്സിലാക്കുക. ഇനി ഓരോ ജില്ലയിലും സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടങ്ങളുടെ പേരുകൾ ഞാനൊന്ന് പറയാം. ഇത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ചില ടോപ്പിക്കുകൾ പറയുന്ന പോലെ ഓരോ ദിവസം ഡെയിലി ഒന്ന് 5 മിനിറ്റ് വെച്ച് റിവൈസ് ചെയ്ത് പോവുക. ഏതൊക്കെ വെള്ളച്ചാട്ടം ഏതൊക്കെ ജില്ലകളിലാണ് എന്ന് പരീക്ഷയ്ക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് പക്കായിട്ട് സെറ്റാക്കി വെച്ചിരിക്കണം. ഇത് VSC ചോദിക്കുന്ന ഒരു സംഭവമാണ്. വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു വെള്ളച്ചാട്ടം കേട്ടതിൽ ഏത് ജില്ലയാണെന്ന് ഏത് സ്ഥലമാണെന്ന് ഓർക്കാൻ പറ്റണം. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് കൊമ്പൈക്കാണി, മങ്കയം, വാഴ്വന്തോൾ, കാലക്കയം, മീൻമുട്ടി. കൊമ്പൈക്കാണി, മങ്കയം, വാഴ്വാന്തോൾ, കാലക്കയം, മീൻമുട്ടി ഇതൊക്കെ തിരുവനന്തപുരം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് പാലരുവി, കുംഭവുരുട്ടി, മണലാർ. പാലരുവിയും കുംഭവുരുട്ടിയും മണലാറും കൊല്ലം ജില്ലയിലാണ്. പാലരുവി, കുംഭവുരുട്ടി, മണലാർ മൂന്നും കൊല്ലം ജില്ല. പത്തനംതിട്ട ജില്ലയിലാണ് പെരുന്തേനരുവി, അരുവിക്കുഴി, മാടത്തരുവി. പെരുന്തേനരുവി, അരുവിക്കുഴി, മാടത്തരുവി ഇതെല്ലാം പത്തനംതിട്ട ജില്ലയിലാണ്. കേസരി, മരമല, അരുവിക്കുഴി, പാമ്പനാൽ ഇതെല്ലാം കോട്ടയം ജില്ലയാണ്. കേസരി, മരമല, അരുവിക്കുഴി, പാമ്പനാൽ ഇത് കോട്ടയം ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ്. ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങളാണ് ചിയാപ്പാറ, തൂവാനം, കുത്തുങ്കൽ, ലക്കം, തൊമ്മൻകുത്ത്, വളറ, കീഴാർകുത്ത്, ആറ്റുകാൽ, അതുപോലെ അഞ്ചുരുളി, ചിന്നക്കനാൽ, പെരിയക്കനാൽ, ന്യായംകാട്. ഒന്നുകൂടെ പറയാം. ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് ചിയാപ്പാറ, തൂവാനം, കുത്തുങ്കൽ, ലക്കം, തൊമ്മൻകുത്ത്, വളറ, കീഴാർകുത്ത്, ആറ്റുകാൽ, അഞ്ചുരുളി, ചിന്നക്കനാൽ, പെരിയക്കനാൽ, ന്യായംകാട് ഇതൊക്കെ ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ്. എറണാകുളം ജില്ലയിലാണ് മൂലംകുഴി, അതുപോലെ പൈനേലി പോരു. പൈനേലി പോരും മൂലംകുഴിയും എറണാകുളം ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്, ഇലഞ്ഞിപ്പാറ, ചപ്ര.
തൃശ്ശൂർ ജില്ലയിലെയാണ് ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്, ഇലഞ്ഞിപ്പാറ, ചപ്ര. പാലക്കാട് ജില്ലയിലാണ് മീൻവല്ലം, പാത്രക്കടവ്, ധോണി, സീതാർകുണ്ട്, ശിരുവാണി. മീൻവല്ലം, പാത്രക്കടവ്, ധോണി, സീതാർകുണ്ട്, ശിരുവാണി ഇതൊക്കെ പാലക്കാട് ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലാണ് ആഠ്യൻപാറ, കോഴിപ്പാറ, പള്ളിപ്പാടം, കേരളാംകുണ്ട്. ആഠ്യൻപാറ, കോഴിപ്പാറ, പള്ളിപ്പാടം, കേരളാംകുണ്ട് ഇതെല്ലാം മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ് തുഷാരഗിരി, വെള്ളാരിമല, അരിപ്പാറ, ഊരക്കുഴി. തുഷാരഗിരി, വെള്ളാരിമല, അരിപ്പാറ, ഊരക്കുഴി ഇതെല്ലാം കോഴിക്കോട് ജില്ലയിലാണ്. ചെതലയം, സൂചിപ്പാറ, കാന്തൻപാറ, മീൻമുട്ടി വയനാട് ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ്. ചെതലയം, സൂചിപ്പാറ, കാന്തൻപാറ, മീൻമുട്ടി വയനാട് ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ. കണ്ണൂർ ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് അളകാപുരി, പാൽച്ചുരം, കുടിയൻമല, മീൻമുട്ടി. അളകാപുരി, പാൽച്ചുരം, കുടിയൻമല, മീൻമുട്ടി ഇതെല്ലാം കണ്ണൂർ ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലാണ് തേൻവാരിക്കല്ല്, പാലക്കോളി. തേൻവാരിക്കല്ലും പാലക്കോളിയും കാസർഗോഡ് ജില്ലയിലാണെന്നും മനസ്സിലാക്കുക. തിരുവനന്തപുരം, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ മീൻമുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന വെള്ളച്ചാട്ടമുണ്ട് എന്നും അക്കൂട്ടത്തിൽ ഓർത്തിരിക്കുക. തിരുവനന്തപുരം, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ മീൻമുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന വെള്ളച്ചാട്ടമുണ്ട്. മീൻമുട്ടി എവിടെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ തിരുവനന്തപുരം, വയനാടോ കണ്ണൂരോ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പത്തനംതിട്ടയിലും കോട്ടയത്തും അരുവിക്കുഴി എന്ന പേരിൽ വെള്ളച്ചാട്ടമുണ്ട്. പത്തനംതിട്ടയിലും കോട്ടയത്തും അരുവിക്കുഴി എന്ന പേരിൽ വെള്ളച്ചാട്ടമുണ്ട് എന്നും മനസ്സിലാക്കുക. ഓക്കെ, ജലവൈദ്യുത പദ്ധതികളെ പറ്റിയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് ജലവൈദ്യുതിയാണ്. ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. KSEB സ്ഥാപിതമായ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കണം, 1957 മാർച്ച് 31. വർഷം എന്തായാലും മറന്നു പോകരുത്. 1957 ആണ് വർഷം. 1957 മാർച്ച് 31 KSEB സ്ഥാപിതമായത്. KSEBയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഊർജ്ജം എന്നതാണ്. കേരളത്തിൻ്റെ ഊർജ്ജം എന്നതാണ് KSEBയുടെ ആപ്തവാക്യം. സംസ്ഥാനത്ത് മികച്ച രീതിയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പാക്കിയ സർക്കാർ സ്ഥാപനങ്ങളെ കണ്ടെത്താൻ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നടത്തിയ സർവേയിൽ ഒന്നാമതെത്തിയ സർക്കാർ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ അത് KSEB ആണ്. സംസ്ഥാനത്ത് മികച്ച രീതിയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പാക്കിയ സർക്കാർ സ്ഥാപനങ്ങളെ കണ്ടെത്താൻ കേരള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നടത്തിയ സർവേയിൽ ഒന്നാമതെത്തിയത് KSEB ആണ്. KSEB ഇലക്ട്രിസിറ്റി നേരിട്ട് വിതരണം ചെയ്യാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ ഏതെന്ന് PSC ചോദിക്കാം. അത് തൃശ്ശൂർ കോർപ്പറേഷനാണ്. KSEB ഇലക്ട്രിസിറ്റി നേരിട്ട് വിതരണം ചെയ്യാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി ജില്ല. കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലയും ഇടുക്കി ജില്ലയാണ്. അതുപോലെ കേരളത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ജില്ലയും ഇടുക്കി ജില്ലയാണ്. 3 പോയിന്റുകൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി ജില്ല. കേരളത്തിൽ ജലവൈദ്യുതി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഇടുക്കി ജില്ല. കേരളത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നതും ഇടുക്കി ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല, കേരളത്തിൻ്റെ ജലവൈദ്യുതി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല, കേരളത്തിൻ്റെ പവർ ഹൗസ് ഇതെല്ലാം ഇടുക്കി ജില്ലയാണെന്ന് മനസ്സിലാക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് പെരിയാർ നദിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ നദി. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരമാണ്. വർഷം 1929. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരം 1929. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാടാണ്. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ലയായി പ്രഖ്യാപിച്ചത് 2010 2010 ഫെബ്രുവരി 16. പാലക്കാട് ജില്ലയെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ലയായി പ്രഖ്യാപിച്ച വർഷം 2010. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം മാട്ടുപ്പെട്ടിയാണ്. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം ഏതെന്ന് ചോദിച്ചാൽ മാട്ടുപ്പെട്ടി. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമാണ് ചെറുതോണി. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ചെറുതോണി. കേരളത്തിലെ 2000 മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മടക്കത്തറയിലാണ്. കേരളത്തിൽ 2000 മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് മടക്കത്തറ, തൃശ്ശൂർ. കേരളത്തിലെ പ്രധാന വൻകിട ജലവൈദ്യുത പദ്ധതികളും അത് സ്ഥിതി ചെയ്യുന്ന ജില്ലയും ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതും എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓർഡറിൽ അങ്ങ് ഞാൻ പറഞ്ഞു പോകും, കാണാതെ പഠിച്ച് ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റുകളാണ്. ഇടുക്കി അണക്കെട്ട് പെരിയാർ നദിയിലാണ് ഇടുക്കി ജില്ല. ഇടുക്കി, പെരിയാർ, ഇടുക്കി. ശബരിഗിരി അണക്കെട്ട് പമ്പാ നദിയിലാണ് പത്തനംതിട്ട ജില്ല. അതുപോലെ കക്കാട് അണക്കെട്ടും പമ്പാ നദിയിലാണ് പത്തനംതിട്ട ജില്ലയിൽ. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ 2 അണക്കെട്ടുകളാണ് ശബരിഗിരിയും കക്കാടും. ശബരിഗിരിയും കക്കാടും പത്തനംതിട്ട ജില്ലയിൽ, 2ഉം പമ്പാ നദിയിൽ. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, മാട്ടുപ്പെട്ടി, കുത്തുങ്കൽ, നേര്യമംഗലം ഇതെല്ലാം ഇടുക്കി ജില്ലയിലെ അണക്കെട്ടുകളാണ്. എന്നോട് പറയാം,
പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, മാട്ടുപ്പെട്ടി, കുത്തുങ്കൽ, നേര്യമംഗലം. അതുപോലെ ലോവർ പെരിയാറും ഇടുക്കി ജില്ലയിലാണ്. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, മാട്ടുപ്പെട്ടി, കുത്തുങ്കൽ, നേര്യമംഗലം, കൂട്ടത്തിൽ ലോവർ പെരിയാറും, ഇത്രയും അണക്കെട്ടുകൾ ഇടുക്കി ജില്ലയിലാണ്. പള്ളിവാസൽ, ചെങ്കുളം ഈ രണ്ടണക്കെട്ടും മുതിരപ്പുഴയിലാണ്. അതുപോലെ പന്നിയാർ നദിയിലാണ്. മാട്ടുപ്പെട്ടി പെരിയാർ നദിയിലാണ്. കുത്തുങ്കൽ പന്നിയാർ നദിയിലാണ്. നേര്യമംഗലം മുതിരപ്പുഴയിലാണ്. ലോവർ പെരിയാർ ഇതിലായിരിക്കും, പെരിയാറിലാണ്. പള്ളിവാസലും ചെങ്കുളവും മുതിരപ്പുഴയിലാണ്. പന്നിയാറിൽ തന്നെ. മാട്ടുപ്പെട്ടി പെരിയാർ നദിയിലാണ്. കുത്തുങ്കൽ പന്നിയാർ നദിയിലാണ്. നേര്യമംഗലം മുതിരപ്പുഴയിലാണ്. ലോവർ പെരിയാർ പെരിയാർ നദിയിൽ. ഇടമലയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇടമലയാറിലാണ്. അതുപോലെ എറണാകുളം ജില്ലയിലാണ്. ഇടമലയാർ അണക്കെട്ട് എറണാകുളം ജില്ലയിൽ ഇടമലയാർ നദിയിൽ. ഷോളയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ പെരിങ്ങൽകൂത്ത് അണക്കെട്ടും ചാലക്കുടി പുഴയിലാണ്, തൃശ്ശൂർ ജില്ല. ഷോലയാറും പെരിങ്ങൽകൂത്തും ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്, തൃശ്ശൂർ ജില്ലയിൽ. ചോലയാറ്, പെരിങ്ങൽകൂത്ത്, ചാലക്കുടി പുഴ, തൃശ്ശൂർ ജില്ല. കുറ്റിയാടി അണക്കെട്ട് കുറ്റിയാടിപ്പുഴ, കോഴിക്കോട്. കുറ്റിയാടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കുറ്റിയാടിപ്പുഴയിൽ, കോഴിക്കോടാണെന്നും ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം 1940. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം 1940. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി. വർഷം 1900. പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി കണ്ണൻ ദേവൻ കമ്പനി. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ കൈവഴിയായ മുതിരപ്പുഴയിലാണ്. എവിടെയാണ് പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പെരിയാറിൻ്റെ കൈവഴിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത്. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം. വർഷം 1954. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളമാണ്. വർഷം 1954. പള്ളിവാസൽ പദ്ധതിയിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളവും മുതിരപ്പുഴയിലെ വെള്ളവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയിലാണെന്ന് ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട പോയിന്റാണ്. പള്ളിവാസൽ പദ്ധതിയിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളവും മുതിരപ്പുഴയിലെ വെള്ളവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയിൽ. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ്. പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതെന്ന് PSC ചോദിക്കാം. അത് കാനഡയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാലും ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. 1975 ഒക്ടോബർ 4 സ്ഥാപിതമായത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത് 1975 ഒക്ടോബർ 4. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകളാണ് ഇടുക്കി, ചെറുതോണി, കുളമാവ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകളാണ് ഇടുക്കി, ചെറുതോണി, കുളമാവ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം 1975 ഒക്ടോബർ 4. ഇടുക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം 1975 ഒക്ടോബർ 4. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപ്പാദന ശേഷി 780 മെഗാവാട്ടാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപ്പാദന ശേഷി 780 മെഗാവാട്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണെന്നും ഓർക്കുക. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ഇടുക്കി. ഓർക്കുക, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതെന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി ഡാമാണ്. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി 2403 അടിയാണ്. 2403. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി 2403 അടി. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിനുള്ള സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി നേതാവാണ്
കൊലുമ്പൻ മൂപ്പൻ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിനുള്ള സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി നേതാവ് കൊലുമ്പൻ മൂപ്പൻ. കോഴിക്കോട് ജില്ലയിലെ ഉറുമി 1, ഉറുമി 2 എന്നീ ജലവൈദ്യുത പദ്ധതികൾക്ക് സഹായം നൽകിയ രാജ്യം ചൈനയാണ്. കോഴിക്കോട് ജില്ലയിലെ ഉറുമി 1, ഉറുമി 2 ജലവൈദ്യുത പദ്ധതികൾക്ക് സഹായം നൽകിയത് ചൈനയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. ഇടുക്കിയിലെ മൂലമറ്റത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റിയാടി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റിയാടിയാണെന്ന് ഓർത്തിരിക്കുക. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി 1957 സ്ഥാപിതമായത്. ഇത് ചാലക്കുടി പുഴയിലാണ്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയമാണ് ശബരിഗിരി. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയം ഏതെന്ന് ചോദിച്ചാൽ ശബരിഗിരിയാണ്. പമ്പാ നദിയിലും അതുപോലെ കക്കി നദിയിലും സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ഇക്കൂട്ടത്തിൽ ചോദിച്ചാൽ ശബരിഗിരിയാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയമായ ശബരിഗിരിയാണ് പമ്പാ നദിയിലും കക്കി നദിയിലും സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതി. 1966 സ്ഥാപിതമായത്. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. കല്ലട ജലസേചന പദ്ധതിയിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് കല്ലട ജലവൈദ്യുത പദ്ധതി. 1994 സ്ഥാപിതമായത്. കല്ലട ജലസേചന പദ്ധതിയിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് കല്ലട ജലവൈദ്യുത പദ്ധതി. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടിമാലിയിലാണ്. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി അടിമാലി. പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി കണ്ണൂർ ജില്ലയിലാണ്. പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന ജില്ല കണ്ണൂർ ജില്ല. കേരളത്തിലെ ആദ്യ ഭൂഗർഭ വൈദ്യുതി സബ്സ്റ്റേഷൻ നിലവിൽ വന്നത് കലൂർ, എറണാകുളം ജില്ലയിലെ കലൂറിലാണ് കേരളത്തിലെ ആദ്യ ഭൂഗർഭ വൈദ്യുതി സബ്സ്റ്റേഷൻ നിലവിൽ വന്നത്. മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് കോഴിക്കോടാണ് നിലവിൽ വരുന്നത്. മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് കോഴിക്കോടാണ് നിലവിൽ വരുന്നത്. സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ് മണിയാറും കൂത്തുങ്കലും ഉള്ളുങ്കലും. മണിയാറ് പത്തനംതിട്ട ജില്ലയിലാണ്. കുത്തുങ്കൽ ഇടുക്കി ജില്ലയിലാണ്. ഉള്ളുങ്കലും പത്തനംതിട്ട ജില്ലയാണ്. മണിയാറ്, കൂത്തുങ്കൽ, ഉള്ളുങ്കൽ മൂന്നും കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ്. മണിയാറ്, കൂത്തുങ്കൽ, ഉള്ളുങ്കൽ. മണിയാറും ഉള്ളുങ്കലും പത്തനംതിട്ട, കുത്തുങ്കൽ ഇടുക്കി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. ഓർക്കുക, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കലാണ്. ഇടുക്കി ജില്ലയിലെ കുത്തുങ്കലാണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഉള്ളുങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കക്കാടാണ്. ഉള്ളുങ്കൽ പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കക്കാടാണ് എന്ന് ഓർത്തിരിക്കുക. കേരളത്തിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ മാങ്കുളമാണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ മാങ്കുളമാണ്. സ്വന്തമായി മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പാലക്കാട് ജില്ലാ പഞ്ചായത്താണ്. സ്വന്തമായി മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത്. കേരളത്തിലൊരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. അത് തൂതപ്പുഴയിലാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലാണ്. കേരളത്തിലൊരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം, തൂതപ്പുഴയിലാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലാണ്. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതെന്ന് ചോദിക്കാം. അത് തൃശ്ശൂരാണ്. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല പാലക്കാട്. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടി, പാലക്കാട്. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടി, പാലക്കാട്. സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം മങ്കടയാണ്. സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം മങ്കട. ഇനി താപവൈദ്യുത പദ്ധതികൾ. KSEBയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങളാണ് ബ്രഹ്മപുരം താപവൈദ്യുത നിലയവും നല്ലളം ഡീസൽ പവർ പ്ലാന്റും. ബ്രഹ്മപുരം താപവൈദ്യുത നിലയവും നല്ലളം ഡീസൽ പവർ പ്ലാന്റും KSEBയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങളാണ്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് ഈ ബ്രഹ്മപുരം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം. അതുപോലെ കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് നല്ലളം ഡീസൽ പവർ പ്രോജക്റ്റ്. കേരളത്തിലെ ആദ്യത്തേത്
ബ്രഹ്മപുരം. ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം, രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയം നല്ലളം ഡീസൽ പവർ പ്രോജക്റ്റ്, കോഴിക്കോട് ഡീസൽ പവർ പ്രോജക്റ്റ് എന്നും നല്ലളം അറിയപ്പെടുന്നു. ഉൽപ്പാദന ശേഷിയുടെ അടിസ്ഥാനത്തിൽ KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതെന്ന് ചോദിച്ചാൽ അത് നല്ലളമാണ്. PSCയുടെ ഉത്തരസൂചിക പ്രകാരം പക്ഷേ ബ്രഹ്മപുരമാണ്. ഉൽപ്പാദന ശേഷിയുടെ അടിസ്ഥാനത്തിൽ KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് നല്ലളമാണ്. പക്ഷേ PSCയുടെ ഉത്തരസൂചിക പ്രകാരം ബ്രഹ്മപുരമാണ്. കേരളത്തിൽ നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളം NTPC താപവൈദ്യുത നിലയം. കേരളത്തിൽ നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളം NTPC ആണ്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് എന്നും ഇത് അറിയപ്പെടുന്നു. കായംകുളം താപനിലയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ ചുളത്തെരുവിലാണ്. കായംകുളം താപനിലയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ ചുളത്തെരുവിലാണെന്നും ഓർത്തിരിക്കുക. കായംകുളം NTPC താപനിലയം പ്രവർത്തനം ആരംഭിച്ചത് 1999 NTPCയുടെ കീഴിൽ ഒഴുകുന്ന സോളാർ നിലയം സ്ഥാപിച്ച സ്ഥലം കായംകുളമാണ്. NTPCയുടെ കീഴിൽ ഒഴുകുന്ന സോളാർ നിലയം സ്ഥാപിച്ചത് കായംകുളമാണ്. കായംകുളം NTPC താപനിലയം പ്രവർത്തനം ആരംഭിച്ചത് 1999. ഏത് നദിയിലെ ജലമാണ് കായംകുളം പ്രൊജക്റ്റിൽ കൂളിംഗ് വാട്ടറായി ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അച്ചൻകോവിലാറിലെ ജലമാണ് കായംകുളം പ്രൊജക്റ്റിൽ കൂളിംഗ് വാട്ടറായി ഉപയോഗിക്കുന്നത്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റിൻ്റെ അസംസ്കൃത വസ്തു ഏത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് നാഫ്തയാണ്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റിൻ്റെ അസംസ്കൃത വസ്തു നാഫ്ത. കുറഞ്ഞ നിരക്കിൽ LED ബൾബുകൾ ജനങ്ങളിൽ എത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഉജാല ആഗോളതലത്തിൽ നടപ്പാക്കുന്നതിനായി ഇന്ത്യയുമായി കരാറിലേർപ്പെട്ട സംഘടനയാണ് അന്താരാഷ്ട്ര ഊർജ്ജ സംഘടന. കേരളത്തിലെ താപവൈദ്യുത നിലയങ്ങളും അവ ഉപയോഗിക്കുന്ന ഇന്ധനവും അവയുടെ ജില്ലയുമൊക്കെയാണ് ഇനി പറയുന്നത്. ചീമേനിയിലെ ഇന്ധനം പ്രകൃതിവാതകമാണ്, കാസർഗോഡ് ജില്ലയിലാണ്. ചീമേനിയിലെ ഇന്ധനം പ്രകൃതിവാതകം കാസർഗോഡ് ജില്ലയിൽ. നല്ലളം അതുപോലെ ബ്രഹ്മപുരം രണ്ടിടത്തും ഇന്ധനം ഡീസലാണ്. നല്ലളം കോഴിക്കോട്, ബ്രഹ്മപുരം എറണാകുളം. നല്ലളം ബ്രഹ്മപുരം രണ്ടിടത്തും ഡീസലാണ്. നല്ലളം കോഴിക്കോട്, ബ്രഹ്മപുരം എറണാകുളം. കായംകുളത്ത് നാഫ്തയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കായംകുളം ഇന്ധനം നാഫ്ത, ജില്ല ആലപ്പുഴ ജില്ല. പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്. KSEBയുടെ കീഴിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ് കഞ്ചിക്കോട്. KSEBയുടെ കീഴിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം കഞ്ചിക്കോടാണ്. സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കാറ്റാടി ഫാമുകളാണ് രാമക്കൽമേടും അഗളിയും അട്ടപ്പാടിയും. രാമക്കൽമേട്, അഗളി, അട്ടപ്പാടി ഇതൊക്കെ സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കാറ്റാടി ഫാമുകളാണ്. കേരളത്തിലെ കാറ്റാടി ഫാമുകളാണ് കഞ്ചിക്കോട് പാലക്കാട് ജില്ലയിൽ, അട്ടപ്പാടി പാലക്കാട് ജില്ലയിൽ, അഗളി പാലക്കാട് ജില്ലയിൽ, രാമക്കൽമേട് ഇടുക്കി ജില്ലയിൽ. രാമക്കൽമേടും അഗളിയും അട്ടപ്പാടിയും സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കാറ്റാടി ഫാമുകളാണ്. കേരളത്തിലെ കാറ്റാടി ഫാമുകൾ സ്ഥലങ്ങൾ ഓർത്തിരുന്നോണം. കഞ്ചിക്കോട് പാലക്കാടാണ്, അട്ടപ്പാടി പാലക്കാട്, അഗളി പാലക്കാട്, രാമക്കൽമേട് ഇടുക്കി. കേരളത്തിൽ തിരമാലയിൽ നിന്ന് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച പ്രദേശം വിഴിഞ്ഞമാണ് 1991. കേരളത്തിൽ തിരമാലയിൽ നിന്ന് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് വിഴിഞ്ഞം. പാരമ്പര്യേതര ഊർജ്ജ വികസനത്തിനായി സ്ഥാപിതമായ സ്വതന്ത്രാധികാര സ്ഥാപനമാണ് അനേർട്ട്. 86 സ്ഥാപിതമായത്. പാരമ്പര്യേതര ഊർജ്ജ വികസനത്തിനായി സ്ഥാപിതമായ സ്വതന്ത്രാധികാര സ്ഥാപനമാണ് അനേർട്ട്. അനേർട്ടിൻ്റെ പൂർണ്ണ രൂപം ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി എന്നതാണ്. ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി എന്നതാണ് അനേർട്ടിൻ്റെ പൂർണ്ണരൂപം. അക്ഷയ ഊർജ്ജ ഉപകരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി അനേർട്ട് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സൗരവീഥി. അനേർട്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ് അക്ഷയ ഊർജ്ജ ഉപകരണങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. അനേർട്ടിൻ്റെ കീഴിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ്. 2ാം സ്ഥാനം പാലക്കാട്. അനേർട്ടിൻ്റെ കീഴിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി, 2ാം സ്ഥാനം പാലക്കാട്. ഊർജ്ജ കേരള മിഷൻ്റെ ഭാഗമായി ആരംഭിക്കുന്ന പദ്ധതികളാണ് സൗരോർജ്ജത്തിൽ നിന്ന് 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനം. അതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സൗരോർജ്ജത്തിൽ നിന്ന് 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് സൗര. LED ബൾബുകൾ മിതമായ നിരക്കിൽ നൽകുന്ന പദ്ധതിയാണ് ഫിലമെൻ്റ് രഹിത കേരളം. LED ബൾബുകൾ മിതമായ നിരക്കിൽ നൽകുന്ന പദ്ധതിയാണ് ഫിലമെൻ്റ് രഹിത കേരളം. വൈദ്യുതി വിതരണ ശൃംഖല നവീകരിക്കാൻ ദ്യുതി 2021. വൈദ്യുതി വിതരണ ശൃംഖല നവീകരിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ദ്യുതി 2021. പ്രസരണ നഷ്ടം കുറയ്ക്കാൻ
ട്രാൻസ്ഗ്രിഡ് 2.0 പ്രസരണ നഷ്ടം കുറയ്ക്കാനുള്ള പദ്ധതി ട്രാൻസ്ഗ്രിഡ് 2.0. സുരക്ഷിതമായ വൈദ്യുതി ഉപയോഗ പ്രചരണ പരിപാടിയാണ് ഇ സേഫ്. സുരക്ഷിതമായ വൈദ്യുതി ഉപയോഗ പ്രചരണ പരിപാടിയാണ് ഇ സേഫ്. 2001 എനർജി കൺസർവേഷൻ ആക്ട് നടപ്പാക്കാൻ ചുമതലപ്പെട്ട സംസ്ഥാന സ്ഥാപനമാണ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ. KSEBയുടെ ആദ്യ സോളാർ പ്ലാന്റ് കഞ്ചിക്കോടാണ്. KSEBയുടെ ആദ്യ സോളാർ പ്ലാന്റ് കഞ്ചിക്കോട്. KSEBയുടെ കീഴിലുള്ള ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഡാം ബാണസുര സാഗർ ഡാം. KSEBയാണ് നിർമ്മിച്ചത്. KSEBയുടെ കീഴിലുള്ള ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ബാണസുര സാഗർ ഡാമിലാണ്. സമ്പൂർണ്ണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് സിയാൽ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. സമ്പൂർണ്ണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം സിയാലാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ പഞ്ചായത്താണ് പെരുമാട്ടി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ പഞ്ചായത്ത് പെരുമാട്ടിയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് മുഖത്തല, കൊല്ലം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് മുഖത്തല, കൊല്ലം. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പെട്രോൾ പമ്പ് അങ്കമാലിയിലാണ്. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പെട്രോൾ പമ്പ് വന്നത് അങ്കമാലിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ക്രൂയിസ് വെസൽ നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ക്രൂയിസ് വെസൽ നിലവിൽ വരുന്നത് ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് അമ്പലത്തറയിലാണ്. അതുപോലെ കേരളത്തിലെ ആദ്യ മേൽക്കൂര സൗരോർജ്ജ പ്ലാന്റ് നിലവിൽ വന്നത് ചാളയൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ മേൽക്കൂര സൗരോർജ്ജ പ്ലാന്റ് ചാളയൂരിലാണ് നിലവിൽ വന്നത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. ഈ ഒരു സിംഗിൾ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് കേരള ജിയോഗ്രഫിയിലെ മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളും ഇന്ന് തന്നെ മുഴുവനായിട്ട് വായിച്ച് പഠിക്കുക. കോഴ്സ് മേടിച്ചവർ ആ ഒരു കോഴ്സിൽ കേരള ജിയോഗ്രഫിയുടെ PDF എടുത്തങ്ങ് വായിച്ചാൽ മതി. കോഴ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ LDC കോഴ്സ് എന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.